ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. മുതലാളി മനോഹര, എണ്ണം തെറ്റിക്കല്ലേ. ഈ 2000-ന്റെ നോട്ട് ഇല്ലാതായതോടെ 500-ന് 4 ഇരട്ടി പണിയാ. ആ പറയ്. ഞാൻ മാനേജറോടൊരു കാര്യം പറഞ്ഞിരുന്നു. എന്നതാ മനോഹര? ഒരു ചെറിയ അഡ്വാൻസിന്റെ കാര്യമാണ്. എന്റെ പൊന്നു മനോഹര, വന്നു കയറി മാസം ഒന്നും തന്നില്ല. അതിനു മുന്നേ ശമ്പള അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിപ്പോയി മുതലാളി. അതുകൊണ്ടാ. പറയുമ്പോ വിഷമമൊന്നും വിചാരിക്കരുത്. അഡ്വാൻസ് പരിപാടി നമുക്കില്ല. ഓട്ടത്തിന് ഓട്ടം, കൂലിക്ക് കൂലി, അതാണ് നമ്മുടെ ഒരു ഇത്. ഏത്? മനസ്സിലായി. പക്ഷേ എൻ്റെ മോളെ നോക്കുന്നതിന് ഒരു ഹോം നഴ്സിനെ വെക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. മനോഹര, വാടിപ്പോയ വാഴത്തേക്ക് ചുമ്മാ വെള്ളം നനയ്ക്കരുത്. ആ കുട്ടി സ്വസ്ഥമായിട്ട് മരിക്കട്ടെ. അതിനിടെ ചുമ്മാ എണ്ണയും കുഴമ്പും ഹോം നഴ്സും. എൻ്റെ മോളെ മരണത്തിന് വിട്ടുകൊടുക്കാനല്ല മുതലാളി. എനിക്കൊരു മകളുള്ളത്. ജീവിതത്തിലേക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരാനാ. കൊണ്ടുവരിക തന്നെ ചെയ്യും. തൽക്കാലം അഡ്വാൻസ് ഒന്നും വേണ്ട മുതലാളി. ശരി. എന്തായാലും നമ്മുടെ ഇന്നത്തെ പോക്ക് പൊന്നുമണിക്ക് ശരിക്കും ഒരു സർപ്രൈസ് ആയിരിക്കും അല്ലേ? അതെ. ജീവിതം കൈവിട്ടു പോയി ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ലെന്നായിരിക്കും അവൾ ഇപ്പോഴും വിചാരിക്കുന്നത്. അതുകൊണ്ടാവും ഈ മോശം കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്ന് പെട്ടത്. ഇനിയിപ്പോ പരുന്തിനെ കെട്ടി പൊന്നുമണി അവിടെ താമസിക്കട്ടെ അല്ലേ? സാമ്പ്രാണിക്കുടി വീട്ടില് നമുക്ക് അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്റെ അക്ഷര, ആദ്യം കല്യാണം നടക്കട്ടെ. പിന്നത്തെ കാര്യമൊക്കെ നമുക്ക് വഴിയെ ആലോചിക്കാം. കല്യാണമൊക്കെ ഉടനെ നടക്കും. എന്നിട്ട് വേണം അന്ന് ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു വാടക വീടെടുത്ത് മാറാൻ. ശ്രുതിമോളും അമ്മയും ഒക്കെ ആയി അവിടെ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കണം. അപ്പൊ നിന്റെ ഡാഡിയോ? വയ്യാത്ത സാറിനെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകാൻ പറ്റൂ? നിനക്ക് വേണ്ടിയാ അദ്ദേഹം ഒരു ആയുസ് മുഴുവൻ ജീവിച്ചത്. ഞാൻ ആരെ ഒറ്റയ്ക്കാക്കുന്നില്ല. ഡാഡിക്ക് നമ്മളെക്കാൾ വിശ്വാസവും സ്നേഹവും ഒക്കെ സ്വാമിയല്ലേ. അതുകൊണ്ടല്ലേ ഒഴിഞ്ഞു കൊടുത്തേക്കാന്ന് ഞാൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഡാഡി വിശ്വസ്ത ഭൃത്യനെ പടിക്ക് പുറത്താക്കണം. അപ്പോ ഞാനും എന്റെ തീരുമാനം മാറ്റും. അതിനൊക്കെ ഇനി സമയമുണ്ട്. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? പരുന്തും ഇരുട്ടും ദേവികയൊക്കെ അവിടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഡ്രസ്സ് മാറിയൊന്ന് റെഡി ആയിട്ട് വരാം. ഓ, ഞാൻ മോഡലിംഗ് വേണ്ടാന്ന് വെച്ചെന്ന് കരുതി മേക്കപ്പ് ഒന്നും വേണ്ടാന്ന് വെച്ചിട്ടില്ല. എന്റെ അക്ഷരെ, അവിടെ വലിയ ചടങ്ങൊന്നും ഇല്ലല്ലോ. പരസ്പരം അറിയാവുന്നവരല്ലേ എല്ലാവരും. എന്നാലും ചടങ്ങൊക്കെ ചടങ്ങായിട്ട് തന്നെ നടക്കണം. മുറപ്പെണ്ണിന്റെ പെണ്ണ് കാണൽ ചടങ്ങിന് പോകുമ്പോ ഡോക്ടറെ ഒന്ന് നന്നായിട്ട് ഒരുക്കുന്ന നല്ലതാ. നമസ്കാരം. ആ, സാർ എത്തിയോ? രാവിലെ തന്നെ ഇങ്ങ് പോകുന്നു. ആ, ഇരിക്കും. ആ, ഒരു സെക്കൻഡ്. ആ മോളെ, ഞാൻ ദേ ഓഫീസിലേക്ക് എത്തിയതേ ഉള്ളൂ. ഇനി ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങും. മോളെ ഇറങ്ങിയിട്ട് വിളിക്കാം. ആ, സാറ് കഴിഞ്ഞ ദിവസം ഫോമൊക്കെ ഫില്ല് ചെയ്ത് തന്നതല്ലേ? ആ, ഇനി പേയ്മെന്റ് ചെയ്താൽ മതി. ഓ, ആ, ഇതാ. ആ, ഫീസ് 17,000 പ്ലസ് ഞങ്ങളുടെ കമ്മീഷൻ 2,000, ടോട്ടൽ 19,000. ഞാൻ പറഞ്ഞിരുന്നല്ലോ സാറിനോട്. സാറ് പറഞ്ഞ തുകയുണ്ട്. അപ്പം മിലിക്ക് സാറിനൊപ്പം പോവാം. ഇന്നു മുതൽ 28 ദിവസത്തേക്കാ കാലാവധി. 2 ദിവസം ലീവ്. അത് കഴിഞ്ഞ് നിങ്ങൾ 2 കൂട്ടർക്കും താല്പര്യമാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ശരി. ആ, ശരി. എന്നാ പോവാം മോളെ. ആ സാറേ, ഞങ്ങൾ അയക്കുന്ന സ്റ്റാഫിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. മറ്റൊന്നും കൊണ്ട് പറയുകയല്ല. സാറിനറിയാലോ, പല പ്രശ്നങ്ങളല്ലേ
നമ്മൾ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏയ് മിലിക്ക് എൻ്റെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, 2 പെമ്മക്കളുടെ അച്ഛനാ ഞാൻ. എന്നാ പോവാം മോളെ. ആ ശരി. ശരി. ആണോ മനോഹരേട്ടാ? ശരി ശരി. ഓ, ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ശരി. ആരാ, മനോഹരനാണോ? ആമേ, എന്നതാ? ഹോം നഴ്സിനെയും കൊണ്ട് ഇപ്പൊ വരുമെന്ന്. ആണോ? ആ, ഓ, എന്റെ കൊച്ചിന്റെ ജീവൻ രക്ഷപ്പെട്ടു. ഇനിയിപ്പോ അറുകൊല രാത്രിയിൽ കൊച്ചിനെ കൊല്ലുമെന്നുള്ള പേടിയിൽ ഉറങ്ങാതിരിക്കണ്ടല്ലോ. എത്ര മാസത്തേക്ക് അമ്മ ഹോം നേഴ്സ്? അതൊന്നും മനോഹരേട്ടൻ പറഞ്ഞില്ല. ഓ, മക്കുണനല്ലേലും വാലും തലയും ഇല്ലാതല്ലേ വർത്താനം പറയും. എന്തായാലും ദേ, നമ്മുടെ കൊച്ചു എഴുന്നേറ്റ് നടക്കുന്നത് വരെ വേണം. എന്റെ നെത്തിക്കുട്ടി എത്രയും വേഗം എഴുന്നേറ്റ് നടക്കുമേ. എന്റെ അമ്മ വരുമ്പോ ദക്ഷിണ നൽകി അനുഗ്രഹം വാങ്ങിക്കാനുള്ളല്ലേ? എല്ലാം നടക്കും ശരത്തുമോനെ. ശരത്തുമോന്റെ ഈ കളങ്കമില്ലാത്ത മനസ്സിൽ നിന്നുള്ള പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കൂ. എന്നതാടി വരുന്ന പെങ്കൊച്ചിന്റെ പേര്? മിലി. മീലി? എലിയ? അല്ലമ്മേ, മിലി. ഓ, പേര് കേട്ടിട്ട് കൊന്തയും കുരിശുള്ള കൂട്ടമാണെന്നാ തോന്നുന്നേ. അതിനെന്താ മുത്തശ്ശി, ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാം ഒന്നല്ലേ? ജാതിയില്ല, മതവും ഇല്ല. ആ, അതെ അതെ. ആ, ആരായാലും നമ്മുടെ കൊച്ചിനെ ഭംഗിയായിട്ട് നോക്കിയാൽ മതി. അതൊക്കെ നോക്കും മുത്തശ്ശി. എന്തായാലും ഉത്തരവാദിത്തമുള്ള ഏജൻസിയിൽ നിന്നായിരിക്കുമല്ലോ അച്ഛൻ അവരെ കൊണ്ടുവരുന്നത്. അതെ, മനോഹരേട്ടൻ പല ഏജൻസികളും തിരക്കിയിട്ടാ അവിടുന്ന് ആ കുട്ടിയെ സെലക്ട് ചെയ്തത്. എത്ര വയസ്സുണ്ട് പാർവതി അതിന്? നിത്യമോളുടെ പ്രായം എന്നാ പറഞ്ഞത്. ആ, പാലായിലാ വീട്. പാലായിലോ പനയിലോ എവിടെയല്ലോ ആവട്ടെ വീട്. ആ, ദേ വന്നാലുടനെ ഞാനൊരു ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ എനിക്ക് പിടികിട്ടും ആള് ശുദ്ധഗതിക്കാരിയാണോ സൂത്രക്കാരിയാണോ എന്ന്. കേട്ടോ നിത്യക്കുട്ടി, മോളെ നോക്കാനുള്ള ഹോം നഴ്സ് ഇപ്പൊ വരും. മിലി എന്നാ പേര്. ഒരു പാലക്കാരി കുട്ടിയാ. ദേവിക അടുത്തി മോളെ നോക്കുന്നത് പോരാന്നാ നമ്മുടെ അമ്മയുടെയും മുത്തശ്ശിയുടെ ഒക്കെ അഭിപ്രായം. പക്ഷേ എന്റെ മോൾക്ക് അഭിപ്രായം ഇല്ലെന്ന് ഏട്ടത്തിക്ക് അറിയാലോ. ഒരു പരാതിയില്ലെന്നും അറിയാം. ശരത്തിന് ആരെങ്കിലും ഹോം നഴ്സിന്റെ വേഷം കെട്ടിച്ച് കൊണ്ടുവരണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ആഗ്രഹം അച്ഛൻ മോളയിലേ നുള്ളിക്കളഞ്ഞു. ഇപ്പോ അച്ഛൻ കണ്ട് ബോധ്യപ്പെട്ട് കൊണ്ടുവരുന്ന കുട്ടിയാ. അവന്റെ ഏർപ്പാടായിരുന്നെങ്കിലേ അമുദത്തെ പോലെ ഏതെങ്കിലും ഒരു പിശാചിനെ കൊണ്ടുവന്നേനെ നമ്മളെ ദ്രോഹിക്കാൻ. ഏട്ടത്തിയുടെ പൊന്നെന്ന് എണീക്കട പെട്ടെന്ന്. നമ്മൾ മനസ്സ് വെച്ച തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. പണ്ടത്തെ പോലെ ഏട്ടത്തോട് വഴക്കൊക്കെ ഇടണ്ടേ, കുറച്ച് കുശുമ്പും കുന്നായ്മയൊക്കെ പറയണ്ടേ. അമ്മയും അച്ഛനെയും ഈ കാന്താരി കണ്ണുകൊണ്ട് എരിവുള്ള നോട്ട് എറിഞ്ഞ് പേടിപ്പിക്കണ്ടേ. എന്റെ മോൾക്ക് എല്ലാം പറ്റും. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ചപ്പോ ഏട്ടത്തി ഒന്ന് മാത്രം പ്രാർത്ഥിച്ചേ, എന്റെ നെത്തിക്കുട്ടി പെട്ടെന്ന് തന്നെ പഴയതുപോലെ കലപിലാന്നൊക്കെ സംസാരിക്കണമെന്ന്. അടുത്ത പൊങ്കാല നമ്മൾ ഒരുമിച്ച് ഭഗവതിക്ക് സമർപ്പിക്കാനും ഏട്ടത്തി പറഞ്ഞിട്ടുണ്ട്. കണ്ണുനീര് കൈ നീട്ടി തുടയ്ക്കുന്ന ആള് ആറ്റുകാലമ്മ. നമ്മളെ കൈവിടില്ല മോളെ. എന്റെ പ്രാണം തരാൻ കഴിയുമായിരുന്നെങ്കിൽ എടുത്തി അതും തന്നെ. ഇപ്പൊ എനിക്ക് പ്രാർത്ഥിക്കാൻ മാത്രമല്ലേ മോളെ കഴിയൂ.